ഒന്നാം പിണറായി സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ അർത്ഥപൂർണമായ തുടർച്ചയും പുതിയ കാലത്തിനനുസൃതമായ പ്രവർത്തനങ്ങളും ഉറപ്പു നൽകിക്കൊണ്ട് ചുമതലയേറ്റെടുത്ത സർക്കാർ ജനാഭിലാഷം നിറവേറ്റി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ 3 ബജറ്റുകളിലൂടെ കേരളത്തിന്റെ ഭാവിക്ക് നിർണായകമായ പല പദ്ധതികളും ആവിഷ്കരിക്കാനും ചിലവ് യാഥാർത്ഥ്യമാക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഉൽപാദനവും വരുമാനവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാനുള്ള ബഹുതല പദ്ധതികൾക്ക് നടപ്പിലാക്കുകയാണ് ഇപ്പോൾ. LDF അധികാരത്തിൽ കയറിയതിനു ശേഷം കൊണ്ടുവന്ന മാറ്റങ്ങൾ BJP, കോൺഗ്രസ് പാർട്ടികളെ വളരെയധികം അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. പൊള്ളായ കുറെ വാഗ്വാദങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളുടെയൊക്കെ പിന്തുണയോടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ജനങ്ങൾ നൽകുന്ന സ്നേഹവും വിശ്വാസവുമാണ് ഇതിന് തങ്ങളെ സഹായിക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതെന്ന് മന്ത്രി. ധനവകുപ്പിന്റെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇക്കൊല്ലം. കേന്ദ്ര ഗവൺമെന്റ് ബഹുമുഖമായ ഉപരോധങ്ങളിലൂടെ സംസ്ഥാനങ്ങളെ ഞെരുക്കുമ്പോഴും ചെലവുകൾ വെട്ടിക്കുറയ്ക്കാതെ എല്ലാ മേഖലകളിലും പണം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. കേന്ദ്രം ഓരോ തവണയും ബുദ്ധിമുട്ടിച്ചപ്പോഴും അതിനെ എല്ലാം അതിജീവിച്ച് സർക്കാർ മുന്നോട്ടെത്തിയെന്ന് മന്ത്രി. കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ വളരെയധികം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്.